നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ട്രംപിൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ അതിൻ്റെ ആ ഒരു ഫോളിൽ നിന്ന് 64% റിക്കവറി രേഖപ്പെടുത്തി. ഓൾമോസ്റ്റ് 7 lakh crore മാർക്കറ്റ് ക്യാപ്പ് തിരിച്ചെത്തി BSE കമ്പനീസിൻ്റെ. ഇന്നലെ വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏഷ്യൻ, യൂറോപ്യൻ, ഈവൻ US മാർക്കറ്റിനെ സംബന്ധിച്ചും. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് US മാർക്കറ്റ് വീണ്ടും വിക്സ് 7% സ്പൈക്ക് ചെയ്ത് US വിക്സ് 42. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, പ്രസിഡന്റ് ട്രംപ് ചൈനയ്ക്കെതിരെ റിട്ടാലിയേഷൻ താരിഫ് പുതിയതായിട്ട് സൈൻ ചെയ്തു. 34% നിന്ന് 84% ഈ ഒരു താരിഫ് ഹൈക്ക് സ്പൈക്ക് ചെയ്തതുകൂടി ഇപ്പോൾ ഇരു രാജ്യങ്ങളും ശരിക്കും ഒരു യുദ്ധം തന്നെയാണ് ഈ അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന കരമാർഗത്തിലുള്ള യുദ്ധമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആധുനിക രീതിയിലുള്ള ഇത്തരത്തിലുള്ള റെസിപ്രോക്കൽ താരിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രീതിയിലുള്ളൊരു യുദ്ധം, ആക്ച്വൽ യുദ്ധം തന്നെയാണ് ഇത്. കരമാർഗമുള്ള യുദ്ധത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഇപ്പോൾ അമേരിക്കയും ചൈനയും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അതേ ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ കരമാർഗമുള്ള യുദ്ധമല്ല എന്ന് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. അതേപോലെ വിക്സ് സ്പൈക്ക് ചെയ്തു, അതേപോലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. ഇനി ഇത് പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നുണ്ട്. കാരണം രണ്ടുപേരും വളരെയധികം ഈഗോ ഉള്ള ആളുകളാണ്. രണ്ടുപേരും വലിയ സാമ്പത്തിക ശക്തികളുടെ രാഷ്ട്രത്തലവന്മാരാണ്. അപ്പോൾ ഇടനിലക്കാരനൊക്കെ ആയിട്ട് ആരും ഒരു മധ്യസ്ഥ ചർച്ചകൾക്കൊന്നും ഒരു സാധ്യതകളെ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എനിവേ, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് RBI ചെയ്യുകയാണെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു പ്രതീക്ഷകൾ മാത്രമാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറെക്കുറെ ധാരണകൾ വരാം. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഏറ്റവും താഴെ കാണാം US വിക്സ് 7% ഉയർന്ന് 42. നാസ്ഡാക്ക് ഫോളോ ചെയ്തു, ഡോ ഫോളോ ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണം യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിന് ഇപ്പോൾ ഉള്ള കറൻറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. അപ്പോൾ ഡോ ഫ്യൂച്ചർ ഇന്നലെ 300 പോയിൻറ്റും ഇപ്പോൾ ഫോളായ 500 പോയിൻറ്റും കൂടി ഏകദേശം ഒരു 800 പോയിൻറ്റ് ഫോൾ ആയിട്ടുണ്ട്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1000 പോയിൻറ്റ് ഇടിഞ്ഞു. ഇന്നലെ കയറിയ പോയിൻറ്റിൻ്റെ ഏറെക്കുറെ പോയിൻറ്റുകളെല്ലാം തന്നെ ഇടിഞ്ഞു. കൊറിയ ഇടിഞ്ഞു. ചൈന മാർക്കറ്റ് 1.58 പ്ലസ് അല്ല, ചൈനീസ് മാർക്കറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ടാണ്. ഓസ്ട്രേലിയ കാണാൻ 1.43% മൈനസ്. ബിറ്റ്കോയിനും ഏറ്റവും ടോപ്പിൽ $5,500 ഇടിഞ്ഞു. ഇന്ത്യയിൽ ഇന്നലെ 7% ഇടിഞ്ഞു. ടെസ്ല 4% ഇടിഞ്ഞു. ആപ്പിൾ, ഏറ്റവും വലിയ കമ്പനി ആപ്പിൾ 5% ഇടിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്ലോബലി നടക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ, വാർത്തകളാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. NBCCക്ക് 210 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സിയൻറ്റ് കമ്പനി അവർ പുതിയ സെമി കണ്ടക്ടർ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. NHPC കമ്പനി പുതിയ ഒരു പവർ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ഐഡിയ ഗവൺമെൻറ്റിന് 36,950 കോടിയുടെ ഷെയറുകൾ അലോട്ട് ചെയ്യുന്നു എന്നുള്ള ഇതുള്ള കാര്യമായിരുന്നു. അത് ഒഫീഷ്യലി ഇന്നലെ കൺഫേം ചെയ്തു എന്നുള്ള ന്യൂസ്. സെൻകോ ഗോൾഡ് ജ്വല്ലറി കമ്പനിയാണ്, ബിസിനസ് 23% അപ്ഗ്രേഡ് ഉയർന്നു എന്നുള്ള ന്യൂസ്. ഷ്യാം മെറ്റാലിക് കമ്പനി 27% ഇവരുടെ ഇയർ ഓൺ ഇയർ ബിസിനസ് ഉയർന്നു എന്നുള്ള ന്യൂസ്. റൂട്ട് മൊബൈൽ കമ്പനി പുതിയ AI ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. IRB ഇൻഫ്ര കമ്പനി ടോൾ കളക്ഷൻ 23% ഉയർന്നു. ഫോണിക്സ് മിൽസ് മാളുകളുടെ എല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ മാൾ റവന്യൂ 15% ഉയർന്നു എന്നുള്ള ന്യൂസ്. BPCL ഇവർ ജോയിൻറ്റ് വെഞ്ചറായിട്ട് സെംകോർപ്പായിട്ട് ഹൈഡ്രജൻ പ്ലാന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്നത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ എത്തരത്തിൽ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റിലായിരിക്കും. കാരണം RBI മോണിറ്ററി പോളിസി മീറ്റിംഗ്. അപ്പോൾ എല്ലാ കണ്ണുകളും RBI മോണിറ്ററി പോളിസി മീറ്റിങ്ങിലേക്കാണ്. ട്രംപിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആക്ച്വൽ കരമാർഗമുള്ള യുദ്ധം എങ്ങനെയാണോ അതുപോലുള്ള യുദ്ധം തന്നെയാണെന്നുള്ള ഓർമ്മ ഉണ്ടാകുക. താങ്ക് യു.